ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2013 റിലീസായ പസഫിക് റിം എന്ന സിനിമയുടെ കഥയാണ്. ഗോഡ്സില്ല സിനിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. പണ്ടൊക്കെ മനുഷ്യർ അന്യഗ്രഹ ജീവികളെ നോക്കിക്കൊണ്ടിരുന്നത് നക്ഷത്രങ്ങളിലേക്കായിരുന്നു. പക്ഷെ അവർ എത്രയൊക്കെ നക്ഷത്രങ്ങൾ തെരഞ്ഞു നോക്കിയെങ്കിലും ഒരൊറ്റ അന്യഗ്രഹ ജീവികളെയും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഒരിക്കൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരാൻ തുടങ്ങി. എന്നാൽ അവറ്റകൾ സ്പേസിൽ നിന്നല്ല ഭൂമിയിലേക്ക് വന്നത്, മറിച്ച് കടലിന്റെ അടിയിൽ നിന്നാണ്. അതായത് പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന്. പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലൂടെ ഉണ്ടാക്കിയ ഒരു ബ്രീച്ച് വഴിയാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നത്. ഈ ജീവികളെ കൈജു എന്നാണ് മനുഷ്യർ വിളിച്ചത്. വളരെ ഭീമാകാരമായ ജീവികളായിരുന്നു അത്. വന്ന ഉടനെ തന്നെ അവറ്റകൾ സിറ്റി മൊത്തത്തിൽ നശിപ്പിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടായിരുന്നു മനുഷ്യർ അത്രയും വലുപ്പമുള്ള ജീവികളെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവറ്റകളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചിട്ട് മനുഷ്യർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആകെ മനുഷ്യരുടെ കയ്യിലുണ്ടായിരുന്നത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ജെറ്റ് വിമാനങ്ങളും മറ്റായുധങ്ങളുമാണ്. അത് വെച്ചിട്ട് തന്നെ മനുഷ്യർ ആ ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം വന്ന കൈജുവിനെ 6 ദിവസം കൊണ്ടാണ് മനുഷ്യർ കീഴ്പ്പെടുത്തിയത്. പക്ഷെ അപ്പോഴേക്കും 3 നഗരങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞിരുന്നു. മാത്രമല്ല 10,000 ആളുകളും മരിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ആ കൈജുവിനെ ഇല്ലാതാക്കി എന്ന സമാധാനത്തിലായിരുന്നു മനുഷ്യർ. പക്ഷെ ആ സമാധാനം 6 മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 6 മാസത്തിന് ശേഷം വീണ്ടും കൈജുകൾ ഭൂമി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. 1ഉം 2ഉം അല്ല, 4 കൈജുകളാണ് ഒന്നിനെ പുറകെ ഒന്നായിട്ട് ഭൂമിയെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ജീവികളെയും മനുഷ്യർ ഇല്ലാതാക്കി. പക്ഷെ അപ്പോഴേക്കും മനുഷ്യർ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിരുന്നു. അതായത് ഈ അന്യഗ്രഹ ജീവികളുടെ ആക്രമണം ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവറ്റകളെ നേരിടാൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു. എല്ലാ രാജ്യങ്ങളും പരസ്പര ശത്രുതയൊക്കെ മറന്നിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ചർച്ചകൾക്ക് ശേഷം അവരൊരു ആയുധം ഡിസൈൻ ചെയ്തു. യേഗർ പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. ഭീമാകാരമായിട്ടുള്ള ഒരു റോബോട്ട് ആയിരുന്നു അത്. അതിനെ വെച്ചിട്ട് ഈസി ആയിട്ട് കൈജുവിനെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബോട്ടുകളെ അതിന്റെ അകത്ത് കയറി നിയന്ത്രിക്കേണ്ടത് മനുഷ്യരാണ്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ബ്രെയിനുമായിട്ടാണ് ആ റോബോട്ടുകളെ കണക്ട് ചെയ്യേണ്ടത്. ആദ്യമൊക്കെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏഗറിനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ട് അത്രയും ഭീമാകാരമായിട്ടുള്ള റോബോട്ടുകളെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ ബ്രെയിനിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് 2 മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏഗറുകളെയാണ് ഡിസൈൻ ചെയ്തത്. ആ ഏഗറിന്റെ വലതുഭാഗം ഒരു പൈലറ്റും ഇടതുഭാഗം മറ്റേ പൈലറ്റുമാണ് കൺട്രോൾ ചെയ്തിരുന്നത്. അങ്ങനെ ഒരെണ്ണത്തിന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ പിന്നീട് വന്ന കൈജുകളെയൊക്കെ ആ ഏഗറിനെ വെച്ചിട്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. വളരെ വിജയമായിരുന്നു ഈ ഏഗറിന്റെ കണ്ടുപിടുത്തം. പക്ഷെ ഈ ഏഗറിന്റെ വിജയം എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്ന പൈലറ്റുമാരെ അപേക്ഷിച്ചിരിക്കും. നല്ല സ്കില്ലുള്ള പൈലറ്റുമാരാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ ഏഗറിനെ വെച്ചിട്ട് കൈജുവിനെ തോൽപ്പിക്കാൻ സാധിക്കും. എന്നാൽ പൈലറ്റുമാർക്ക് കഴിവില്ലെന്നുണ്ടെങ്കിൽ കൈജു ആ ഏഗറിനെ കൊല്ലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഗറിനേക്കാൾ ഉപരി പൈലറ്റുമാരാണ് ഇവിടെ റോക്ക് സ്റ്റാർ ആയിട്ട് മാറിയത്. പിന്നീട് അങ്ങോട്ട് വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. എന്നാൽ അത് അധിക നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവരിപ്പോൾ അനുഭവിച്ചതിനേക്കാളും ഒക്കെ വലിയൊരു ദുരന്തമായിരുന്നു മനുഷ്യരെ കാത്തിരുന്നത്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനെയാണ്. ഇവന്റെ പേര് റേലി എന്നാണ്. ജിപ്സി എന്ന് പറയുന്ന ഒരു ഏഗറിന്റെ പൈലറ്റ് ആണ് ഇവൻ. ഇവൻ മാത്രമല്ല ഇവന്റെ ചേട്ടനായ യാൻസി ഇവന്റെ കൂട്ടിനുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് ജിപ്സിയെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അതായത് കാറ്റഗറി 3യിലുള്ള ഒരു കൈജു ഇപ്പോൾ ആ വിള്ളൽ വഴി ഭൂമിയിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആവണം എന്നാണ് അവർക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. കാറ്റഗറി 3 എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കൈജു ആണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഏഗറിന്റെ അകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു. അവർ നേരെ പോകേണ്ടത് ആ ജിപ്സി എന്ന് പറഞ്ഞ ഏഗറിന്റെ തലയ്ക്കുള്ളിലേക്കാണ്. അതിനകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള സ്യൂട്ടൊക്കെ കൊടുക്കും. അങ്ങനെ അവരിപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ടെൻഡോ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ഏഗർ പ്രോഗ്രാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ കമാൻഡറായ സ്റ്റാക്കർ ആണ്. അങ്ങനെ ആ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതായത് ഇവർ നിൽക്കുന്നത് ആ ഏഗറിന്റെ തലയിലാണല്ലോ, അത് മറ്റൊരു ഭാഗത്താണ് ഉള്ളത്. അതിനകത്ത് കയറി എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ആ തല നേരെ താഴേക്ക് ഇടും. അങ്ങനെ അത് നേരെ താഴേക്ക് ചെന്നിട്ട് ആ ഏഗറിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുക. ഇപ്പോൾ ആ പ്രോസസ്സാണ് നടക്കുന്നത്. അങ്ങനെ തലയും ഉടലുമായിട്ട് ബന്ധിപ്പിച്ചു. ഇനിയിപ്പോൾ അവർക്ക് ഉടനെ തന്നെ കടലിലേക്ക് പോകണം. അവരവരുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രൊസീജിയറും കൂടെ നടത്താനുണ്ട്. അതായത് 2 പൈലറ്റുമാരാണല്ലോ ഉള്ളത്. ഇവർ രണ്ടുപേരും ആ ഏഗറിന്റെ ഓരോരോ ഭാഗങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ മനസ്സായിട്ട് നിന്ന് കഴിഞ്ഞാലേ അവർക്ക് 2 പേർക്കും കൂടെ ഒരേപോലെ ആ ഏഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ 2
രണ്ടുപേരുടെയും ബ്രെയിനും കൂടെ തമ്മിൽ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരാളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത് എന്ന കാര്യം മറ്റേ ആൾക്കും കാണാൻ സാധിക്കും. ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ രണ്ട് പൈലറ്റുമാരുടെയും ബ്രെയിനും പരസ്പരം കണക്റ്റായി ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനിയിപ്പോൾ അവർക്ക് നേരെ കടലിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അവർ കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ടെൻഡോ മറ്റൊരു കാര്യം പറയുന്നത്. ആ ഏരിയയിലൂടെ ഒരു ചെറിയ ബോട്ട് കടന്നു പോകുന്നുണ്ട്. ടെൻഡോ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ സ്റ്റാക്കർ അവരോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആ ബോട്ടിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കൈജു അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ സിറ്റിയിൽ ഒരുപാട് ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ബോട്ടിലുള്ള ആളുകളുടെ ജീവൻ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട എന്നാണ് സ്റ്റാക്കർ പറയുന്നത്. അതെല്ലാം കേട്ട് ഓക്കെ പറഞ്ഞതിന് ശേഷം റേലിയും യാൻസിയും കൂടെ ജിപ്സിയെ നയിച്ചുകൊണ്ട് ആ കൈജുവിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയം കൈജുവിന്റെ വരവൊന്നും അറിയാതെ ആ ബോട്ട് ഇപ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ആ കൈജു മുകളിലേക്ക് ഉയർന്നു വരുന്നത്. അത് നേരെ ആ ബോട്ടിനെ അറ്റാക്ക് ചെയ്യാനാണ് വരുന്നത്. പക്ഷെ അത് ആ ബോട്ടിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജിപ്സി വേഗം ആ ബോട്ടിനെ കയ്യിലെടുക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിനെ മറ്റൊരു ഭാഗത്തേക്ക് വെക്കുന്നു. അങ്ങനെ ജിപ്സിയും ആ കൈജുവുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിച്ചു. ആദ്യമൊക്കെ ജിപ്സിയും കൈജുവും തമ്മിലുള്ള കയ്യാങ്കളിയായിരുന്നു. പക്ഷെ ആ കൈജുവിനെ കൈ വെച്ച് ഇടിച്ച് വീഴ്ത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിപ്സി ആണെങ്കിൽ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് അവരൊരു തരത്തിലുള്ള ഗൺ ഉപയോഗിക്കുകയാണ്. പ്ലാസ്മ ഗൺ എന്നാണ് അതിനെ പറയുന്നത്. അത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കൈജു തെറിച്ച് കടലിലേക്ക് വീഴുകയും ചെയ്യുന്നു. പക്ഷെ ഈ പ്ലാസ്മ ഗണ്ണിന് മറ്റൊരു പ്രശ്നമുണ്ട്. തീരപ്രദേശത്ത് നിന്നും വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഗൺ ഉപയോഗിക്കരുത് എന്നവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്മ ഗൺ ഉപയോഗിച്ചെന്ന് അറിയുമ്പോൾ സ്റ്റാക്കർ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലായിരുന്നു സാർ. ഇപ്പോൾ ആ കൈജുവിനെ ഞങ്ങൾ കൊന്നു കഴിഞ്ഞു. ഞങ്ങളുടെ 5ാമത്തെ കൈജു ആണിത്. ആ ബോട്ടിലുണ്ടായിരുന്ന ആളുകളെയും ഞങ്ങൾ രക്ഷിച്ചു. ഇതുകൊണ്ടൊന്നും മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ സ്റ്റാക്കർ പിന്നീട് ഒന്നും പറയുന്നില്ല. പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ കൈജു ചത്തിട്ടില്ല. അത് പെട്ടെന്ന് വീണ്ടും അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇത്തവണ അതിന് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഫൈറ്റിൽ ജിപ്സിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് റെയിലി വീണ്ടും ആ പ്ലാസ്മ ഗൺ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും കൈജു ജിപ്സിയുടെ ഇടത്തെ കൈ ഇടിച്ച് തകർത്ത് കളയുന്നു. ഇനി ആ കൈ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ റെയിലിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് കൈജു പെട്ടെന്ന് ജിപ്സിയുടെ തല തകർത്ത് കളയുന്നത്. മാത്രമല്ല അതിനകത്തു നിന്നും യാൻസിയെ അത് പിടിച്ചോണ്ട് പോകുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഉറക്കെ കരയാൻ മാത്രമേ റെയിലിക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ യാൻസിയെ കൊന്നതിന് ശേഷം കൈജു വീണ്ടും ജിപ്സിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. റെയിലിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും കൺട്രോൾ റൂമുമായിട്ടുള്ള കണക്ഷനൊക്കെ കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഒരു പ്രായമായ മനുഷ്യനും അയാളുടെ കൊച്ചുമോളും കൂടെ കടലിന്റെ തീരത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജിപ്സി അങ്ങോട്ട് വരുന്നത്. റെയിലി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കൈജുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ജിപ്സിയെ കൊണ്ട് തീരത്തേക്ക് വരുന്നത്. തീരത്തേക്ക് കയറി ഉടനെ തന്നെ അവൻ താഴേക്ക് വീണുപോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ആ പ്രായമായ മനുഷ്യനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം അതിനകത്തു നിന്നും റെയിലി വേഗം തന്നെ പുറത്തേക്ക് വരുന്നു. പക്ഷെ അവനെ കൊണ്ട് നടക്കാനൊന്നും സാധിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അവൻ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യനാണെങ്കിൽ അയാളുടെ കൊച്ചുമോളുടെ അടുത്ത് വേഗം തന്നെ സഹായത്തിന് ആളെ വിളിക്കാൻ പറയാണ്. അത് കേട്ട ഉടനെ തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവരാണ് ഈ ഒരു അവസരത്തിൽ അവനെ രക്ഷിക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടിപ്പോ 5 വർഷമായി. സ്റ്റാക്കർ ഇപ്പോ അയാളുടെ മേലധികാരികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈജു എന്ന് പറയുന്ന ജീവികള് നമ്മുടെ എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് നല്ല രീതിയിലുള്ള പരിണാമങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ബ്രീച്ചിൽ നിന്ന് വരുന്നത് കാറ്റഗറി 4ലുള്ള കൈജുകളാണ്. നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഏഗറുകളെ ആ കൈജുകൾ നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇനി അങ്ങോട്ട് ഈ ഏഗർ പ്രോഗ്രാമിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മളിപ്പോ അതിന് പകരമായിട്ട് പുതിയൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ആ തീരദേശത്ത് മതില് കിട്ടുന്ന പരിപാടി അത് തന്നെയാണ് ഇനി എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എവിടെയൊക്കെ ഏഗറുകൾ ബാക്കിയുണ്ടോ അതിനെയെല്ലാം കൂടെ ഹോങ്കോങ്ങിലെ ബാറ്റിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക. അവിടെ എത്തിച്ചതിന് ശേഷം ഈ പരിപാടി ഷട്ട് ഡൗൺ ചെയ്തേക്ക്. 8 മാസമാണ് ഞങ്ങൾ നിങ്ങൾക്ക് സമയം തരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചില്ലി കാശ് പോലും ഞങ്ങൾ തരത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനുശേഷം അവർ ആ കോൺഫറൻസ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ടെൻഡോയി അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ സാർ ഇവർ ഇങ്ങനെ പറയുന്നത്? അയാൾ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവരങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ഇനി അങ്ങോട്ട് അവരുടെ ആവശ്യവുമില്ല എന്നാണ് സ്റ്റാക്കർ മറുപടി പറയുന്നത്. ഇനി കാണിക്കുന്നത് ആ തീരദേശത്ത് മതില് കിട്ടുന്ന സ്ഥലമാണ്. ഈ മതിലിനെ പറയുന്നത് ജീവന്റെ മതിലെന്നാണ്. ഉരുക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു മതിലാണത്. ഒരു കൈജുവിനും ആ മതില് തകർക്കാൻ പറ്റത്തില്ല എന്നാണ് അതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഈ മതില് കിട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ റെയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ അവനിപ്പോൾ അവന്റെ ഡ്യൂട്ടിയിലാണ്. അങ്ങനെ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ആ മതിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ടിവിയിൽ ന്യൂസ് കാണിക്കുന്നത്. കാറ്റഗറി 4ലുള്ള ഒരു കൈജു വന്നിട്ട് ആ തീരദേശ മതില് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തകർത്ത് കളഞ്ഞു. ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അതേ മതിലാണ് വെറും
നിമിഷങ്ങൾ കൊണ്ട് ആ കൈജു നശിപ്പിച്ചു കളഞ്ഞത്. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇനി പ്രവർത്തിപ്പിക്കത്തില്ല എന്ന് തീരുമാനിച്ച ഒരു ഏഗർ എഴുന്നേറ്റ് വരുന്നത്. ആ ഏഗറിന്റെ പേര് സ്ട്രൈക്കർ യുറേക്ക എന്നാണ്. അതിന്റെ പൈലറ്റുമാർ ഹെർക്കും ചക്കുമാണ്. ഈ ഹെർക്കിന്റെ മകനാണ് ഈ ചക്ക്. അങ്ങനെ ആ ഏഗറും കൈജുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവർ ആ കൈജുവിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ന്യൂസിൽ കാണിക്കുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് റെയ്ലി. അങ്ങനെ ആ ന്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. അതിനകത്തുണ്ടായിരുന്നത് സ്റ്റാക്കർ ആയിരുന്നു. അയാൾ ഇപ്പം റെയ്ലിയെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ മാർക്ക് 3 വിഭാഗത്തിലുള്ള ഒരു ഏഗർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ മാർക്ക് 3 കൺട്രോൾ ചെയ്യുന്ന പൈലറ്റുമാർ ആരുമില്ല. പിന്നെയുള്ളത് നീയാണ്. അതുകൊണ്ട് തന്നെ ആ ഏഗറിനെ കൺട്രോൾ ചെയ്യാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, ഇല്ല സ്റ്റാക്കർ, നിങ്ങൾക്കറിയാമല്ലോ എന്റെ ചേട്ടൻ മരിക്കുന്ന സമയത്ത് എന്റെ ബ്രെയിനും പുള്ളിയുടെ ബ്രെയിനുമായിട്ട് കണക്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വേദനയാണ് ഈ ഒരു 5 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്റെ തലയിലേക്ക് വേറെ ആരെയും കയറ്റാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്നെ ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയേക്ക് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നീ അങ്ങനെ ഉറപ്പിച്ചു പറയാതെ, നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത്? നമ്മളൊരു വലിയ യുദ്ധത്തെയാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് നീ തീരുമാനിക്ക്, ഇവിടെ കിടന്ന് മരിക്കണോ അതോ ഒരു ഏഗറിന്റെ അകത്തിരുന്ന് മരിക്കണോ എന്ന്. അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ സ്റ്റാക്കർ അവനെയും കൊണ്ട് നേരെ പോകുന്നത് ഹോങ്കോങ്ങിലെ ആ ബാറ്റിൽ സ്റ്റേഷനിലേക്കാണ്. അവരവിടേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ മാക്കോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവളാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. ഈ മാക്കോയാണ് ഈ മാർക്ക് 3 ഏഗറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മാത്രമല്ല റെയ്ലിയുടെ കോ പൈലറ്റ് ആകാനുള്ള കാൻഡിഡേറ്റുകളെ സെലക്ട് ചെയ്യുന്നതും ഇവളുടെ ജോലിയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയം വേറെയും 2 ആളുകൾ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവർ 2 പേരും ഡോക്ടേഴ്സ് ആണ്. കൈജുവിന്റെ കുറെ ശരീരഭാഗങ്ങൾ ആ ബാറ്റിൽ സ്റ്റേഷനിലുണ്ട്. അതിലൊക്കെ പല പരീക്ഷണങ്ങളും നടത്തലാണ് ഇവരുടെ ജോലി. ഇതിൽ ഒരാളുടെ പേര് ന്യൂക്ക് എന്നും മറ്റവന്റെ പേര് ഗോട്ടിലിപ്പ് എന്നുമാണ്. അങ്ങനെ അവരുടെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ഏഗറുകളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയൊരു ഹാളിലേക്കാണ് അവർ പോകുന്നത്. ആ ഹാളിന്റെ മുകളിലായിട്ട് നല്ല സൈസുള്ള ഒരു ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാർ ക്ലോക്ക് എന്നാണ് അതിന്റെ പേര്. ഒരു കൈജു വന്ന ആക്രമണം നടത്തിയിട്ട് എത്ര സമയമായി എന്നാണ് ആ ക്ലോക്കിൽ കാണിക്കുന്നത്. പുതിയ കൈജു വരുമ്പോൾ ആ ക്ലോക്ക് വീണ്ടും റീസെറ്റ് ചെയ്യും. റെയ്ലി ആണെങ്കിൽ ആ വലിയ ക്ലോക്ക് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഈ സമയം സ്റ്റാക്കർ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. 30 ഏഗറുകൾ ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ ഇപ്പോൾ വെറും 4 ഏഗറുകളെ ബാക്കിയുള്ളൂ. അതിൽ ഒരെണ്ണത്തിന്റെ പേര് ക്രിംസൺ ടൈഫൂൺ എന്നാണ്. ചൈനയിൽ നിർമ്മിച്ചതാണത്. ഇവിടെയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഏഗറാണത്. 3 പേരാണത് കൺട്രോൾ ചെയ്യുന്നത്. വേടാക് ബ്രദേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. ചൈനയിലെ ലോക്കൽ പയ്യന്മാരാണ് അവർ. 7 തവണയാണ് അവർ കൈജുവുമായിട്ട് ഫൈറ്റ് നടത്തിയിട്ടുള്ളത്. അടുത്ത ഏഗറിന്റെ പേര് ചേർണൽ ആൽഫ എന്നാണ്. മാർക്ക് 1 വിഭാഗത്തിൽപ്പെട്ട ഇവിടെയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കം ചെന്നൊരു ഏഗറാണത്. സാഷ അലക്സ് എന്നു പേരുള്ള ദമ്പതിമാരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. 6 വർഷമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെയാണ് അവർ ഈ ഏഗറിനെ പൈലറ്റ് ചെയ്തിരുന്നത്. ഇനിയുള്ള ഏഗർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ സ്ട്രൈക്കർ യുറേക്കയാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് ഹെർക്കും ചക്കുമാണ്. ഈ ഹെർക്കിനെ റെയ്ലിക്ക് നേരത്തെ അറിയാം. 6 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഫൈറ്റിൽ അവരുടെ കൂടെ ഇയാളും ഉണ്ടായിരുന്നു. അവര് കൺട്രോൾ ചെയ്യുന്ന ഈ സ്ട്രൈക്കർ യുറേക്ക എന്ന് പറയുന്ന ഏഗർ മാർക്ക് 5 വിഭാഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആ ഏഗറുകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് റെയ്ലി മറ്റൊരു കാര്യം ചോദിക്കുന്നത്. ഓക്കെ, ഈ ഏഗറുകളൊക്കെ എനിക്ക് അറിയാം, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? എന്താണ് എന്റെ ഇവിടുത്തെ ജോലി? അവൻ ചോദിക്കുന്നു. ഓ, അത് ഞാൻ പറയാൻ മറന്നു. നമ്മൾ ഇത്രയും കാലം ആ കൈജുകളുമായിട്ട് ഫൈറ്റ് അല്ലായിരുന്നു ചെയ്തത്. ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അവർ വീണ്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവറ്റകൾ വരുന്ന ബ്രീച്ച് ബോംബിട്ട് തകർത്ത് കളയാം. 2400 പൗണ്ട് തൂക്കമുള്ള ഒരു ന്യൂക്ലിയർ ബോംബ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ബ്രീച്ചിലിട്ട് പൊട്ടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിന്റെ ജോലി എന്ന് പറയുന്നത് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഏഗറുകളെ അസിസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതെങ്ങനെ നടക്കാനാണ്? ഇതിനു മുമ്പ് നമ്മൾ ആ ബ്രീച്ച് തകർക്കാൻ ശ്രമിച്ചതല്ലേ? നമ്മളെ കൊണ്ട് അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് നമുക്കന്ന് മനസ്സിലായതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്? അവന് സംശയമായി. അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതിനൊരു പ്ലാൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ വേഗം ചെന്നിട്ട് നിന്റെ ഏഗറിനെ കാണാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സ്റ്റാക്കർ ഹെർക്കിനെയും കൂട്ടിയിട്ട് നേരെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ ഗോട്ട്ലിബ് ആണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള കൈജുവിന്റെ വരവും പോക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാൽക്കുലേഷനിൽ നിന്നും ഇനി 7 ദിവസത്തിനുള്ളിലായിരിക്കും ഒരു കൈജു ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുക എന്നാണ് അയാൾ പറയുന്നത്. അതായത് 7 ദിവസത്തിനുള്ളിൽ ഒരു ഡബിൾ അറ്റാക്ക് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അത് 3 അറ്റാക്കായിട്ട് മാറും. പിന്നീട് അത് 4 അറ്റാക്കായിട്ട് മാറും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യരും അവശേഷിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കൈജുകൾ ആ ബ്രീച്ചിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഡയമെൻഷനിൽ നിന്നും അവരുടെ ഡയമെൻഷനിലേക്കുള്ള ആ ബ്രീച്ച് ഏത് സമയം ഓപ്പൺ ആയിരിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ വേണം ആ ബോംബ് അതിനകത്തേക്ക് ഇടാൻ. അല്ലാതെ ആ ബ്രീച്ച് അടഞ്ഞു കിടക്കുന്ന സമയത്ത് ആ ബോംബ് അവിടെ ഇട്ട് പൊട്ടിച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ഗോട്ട്ലിബ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ന്യൂക്ക് സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെ വെറും
പ്രവചനങ്ങൾ മാത്രമാണ്. കൈജുവിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ, ഇവിടെ പല കൈജുവിന്റെയും പല ശരീരഭാഗങ്ങളുണ്ട്. ഞാൻ അതിന്റെ ഒക്കെ DNA ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ കൈജുവിനും ഒരേ DNA ആണെന്നാണ്. അതായത് ഇവറ്റകളെല്ലാം ക്ലോണുകളാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു കൈജുവിന്റെ ബ്രെയിൻ ആണ്. പക്ഷെ ഇത് ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരെ ഏകറുമായിട്ട് കണക്ട് ചെയ്യത്തില്ലയോ, അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കൈജുവിന്റെ ഒരു ബ്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ബ്രെയിനും ആ ബ്രെയിനുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കൈജുകൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബ്രീച്ച് എപ്പോഴാണ് തുറക്കുന്നത് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാം. അപ്പൊ പിന്നെ ആ ബോംബ് എപ്പോട്ട് പൊട്ടിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഒരു പക്ഷേ കൈജുവിന്റെ ബ്രെയിൻ ഒരു മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് ചിലപ്പോൾ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്ലാൻ വേണ്ട, ഗോട്ടിലിബ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് സ്റ്റാക്കർ പറയുന്നത്. ന്യൂക്കിന്റെ പ്ലാൻ അവർ തള്ളിയെങ്കിലും അവനിപ്പോൾ ആ പ്ലാൻ ഒഴിവാക്കിയിട്ടില്ല. എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കണം എന്ന് തന്നെയാണ് അവന്റെ മനസ്സിൽ. ഇതേ സമയം തന്നെ മാക്കോ റേലിയെയും കൊണ്ട് പോകുന്നത് അവന്റെ ഏഗറിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെയുള്ള 4ാമത്തെ ഏഗർ. അത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടില്ലായിരുന്നോ, റേലി അവന്റെ ബ്രദറും കൂടെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഏഗർ ജിപ്സി. അത് തന്നെയാണ് മാക്കോ അവന് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ജിപ്സി പഴയതുപോലെയല്ല, അതിന്റെ പവറൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ അതിന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് ആശ്ചര്യത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. അങ്ങനെ അവരവിടെ നിന്ന് പിരിയാൻ നേരത്ത് റെയിലി അവളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിന്റെ ഇവിടുത്തെ ജോലി ശരിക്കും എന്താണ്? നീ ഒരു പൈലറ്റ് ആണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അല്ല, ഞാനൊരു പൈലറ്റ് അല്ല, പക്ഷെ ഒരു പൈലറ്റ് ആവണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ ട്രെയിനിങ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ പൈലറ്റ് ആയിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാം. നിങ്ങളുടെ ഇതുവരെയുള്ള ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു മൂവ്മെന്റും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ തോന്നുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, അംഗീകരിക്കപ്പെടാത്ത പല രീതിയിലുള്ള ആക്ഷൻസും നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് കാരണം നിങ്ങൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോ പൈലറ്റിന് പരിക്കേൽക്കുകയോ ഒക്കെ സംഭവിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് നിനക്ക് തോന്നുന്നതാണ്. നീ ഒരു പൈലറ്റ് ആയി കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആര് പറയുന്നതും കേൾക്കേണ്ടാത്തൊരവസ്ഥയുണ്ടാവും. അത് യുദ്ധം ചെയ്യുന്ന ആൾക്കേ മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം മാക്കോ നേരെ സ്റ്റാക്കറിനെ കാണാനാണ് ചെല്ലുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൻഡിഡേറ്റ്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് എന്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആരും തന്നെ അതിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, റെയിലിയുടെ കോ പൈലറ്റ് ആയിട്ട് ഞാൻ തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നിന്നെ ഒരു പൈലറ്റ് ആക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ നിനക്കത് പ്രോമിസ് ചെയ്തതുമാണ്. പക്ഷെ പിന്നീട് ഞാൻ ആ തീരുമാനം മാറ്റി. എനിക്കറിയാം നിനക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ നിനക്ക് ആ കൈജുവിനോടുള്ളത് പകയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാനൊരു കോ പൈലറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ആവുമ്പോൾ ഈ പക എന്നുള്ള കാര്യം മറ്റേ ആളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതേ സമയം റെയിലി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മെസ്സിലേക്ക് പോയിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ഹെർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ അയാളുടെ ടേബിളിലേക്കാണ് അവനെ വിളിച്ചോണ്ട് പോകുന്നത്. ഹെർക്കിന്റെ മകനായ ചക്കു അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ചക്ക് എന്ന് പറയുന്നത് ഒരു അഹങ്കാരിയാണ്. എല്ലാം അവൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നൊരു ഭാവമാണ് അവന്. റെയിലിയെ കാണുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയാണല്ലേ ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വരുന്നത്, എന്നാൽ നീ കേട്ടോ, എനിക്ക് നിന്നെപ്പോലുള്ള ഒരാളുടെ പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല. എങ്ങനെ ഈ യുദ്ധം ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് ചക്ക് പറയുന്നത്. റെയിലി ആണെങ്കിൽ അതിനൊരു മറുപടിയും പറയുന്നില്ല. ചക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ അവന്റെ അച്ഛനായ ഹെർക്ക് സംസാരിക്കാൻ തുടങ്ങി. നീ അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട, ഒറ്റ മകനായിട്ട് വളർത്തിയതാണ്. ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇത്രയും അഹങ്കാരം. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെയാണ് ഹെർക്ക് പറയുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെയിലി നേരെ പോകുന്നത് അവന്റെ കോ പൈലറ്റിനെ സെലക്ട് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ്. അവിടെ കുറെ കാൻഡിഡേറ്റുകൾ നിൽക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ നടത്തിയിട്ടാണ് ആരായിരിക്കണം അവന്റെ കോ പൈലറ്റ് എന്ന കാര്യം തീരുമാനമാക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ റെയിലി അവരെല്ലാവരെയും ഇടിച്ചിടുകയാണ്. പക്ഷെ അത് കണ്ടിട്ടൊന്നും മാക്കോയുടെ മുഖത്തൊരു തൃപ്തി വരുന്നില്ല. അത് കാണുമ്പോൾ, നീ എന്താണ് ഇവരുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലേ എന്നാണ് റെയിലി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഇവരുടെ കാര്യത്തിലല്ല, നിന്റെ കാര്യത്തിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആവാത്തത്. എല്ലാത്തിലും നീ ജയിച്ചു എന്നുള്ള കാര്യം ഓക്കെയാണ്, പക്ഷെ നീ എത്ര മൂവ്മെന്റ് എടുത്തിട്ടാണ് ജയിക്കുന്നത്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മൂവ്മെന്റിന് മുമ്പേ തന്നെ ജയിക്കായിരുന്നല്ലോ എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഓ അങ്ങനെയാണോ? നീ ഇങ്ങനെ ഗാലറിയിൽ ഇരുന്നിട്ട് ഓരോന്ന് പറയാതെ നീ ഒന്ന് വന്ന് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യ്, എന്നിട്ട് നീ കാര്യങ്ങളൊക്കെ തീരുമാനിക്ക്. എന്താ റെഡിയാണോ? അവൻ ചോദിക്കുന്നു. പക്ഷെ അവളുമായിട്ടുള്ള ഒരു ഫൈറ്റിന് സ്റ്റാക്കർ ആദ്യം സമ്മതിക്കുന്നില്ല. അവർ രണ്ടുപേരും കുറെ നിർബന്ധിച്ച് കഴിയുമ്പോഴാണ് അയാൾ അതിന് സമ്മതിക്കുന്നത്. അങ്ങനെ മാക്കോയും റെയിലിയും കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആരാണ് 4 അടി ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരായിരിക്കും അതിൽ ജയിക്കുക. രണ്ടുപേരും ആദ്യം കട്ടയ്ക്ക് നിന്നിട്ടാണ് പൊരുതുന്നത്. എങ്കിലും മാക്കോ ആണ് ആ ഫൈറ്റിൽ ജയിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ, ഇവള് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കോ പൈലറ്റ് ആയിട്ട് ഇവള് മതി എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ സ്റ്റാക്കർ അതിന് സമ്മതിക്കുന്നില്ല. നിന്റെ കോ പൈലറ്റ് ആരാണെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന്
നിന്ന് പോവാണ് ചെയ്യുന്നത്. പക്ഷെ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും റെയ്ലി അവളെ വിടാൻ കൂട്ടാക്കുന്നില്ല. നീ എന്തിനാണ് അയാൾ പറയുന്നത് കേൾക്കുന്നത്? എല്ലാ കാര്യത്തിനും എല്ലാവരുടെയും സമ്മതമൊന്നും ആവശ്യമില്ല, നീ തന്നെ എന്റെ കോ പൈലറ്റ് ആയിട്ട് മതി എന്നാണ് അവൻ അവളോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ അയാളെ പേടിച്ചിട്ടല്ല അയാൾ അനുസരിക്കുന്നത്, അയാളോടുള്ള ബഹുമാനം കൊണ്ടാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നു. അവൾ ആ പറയുന്നൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. ഈ സമയം തന്നെ സ്റ്റാക്കർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലിഫ്റ്റിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് അയാളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അയാൾ വേഗം തന്നെ അതിനൊരു ഗുളിക എടുത്ത് കഴിക്കുകയാണ്. ഇതേ സമയം തന്നെ ന്യൂക്ക് ആണെങ്കിൽ അവന്റെ ആ എക്സ്പെരിമെന്റ് നടത്താനുള്ള ശ്രമത്തിലാണ്. അതായത് കൈജുവിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പരിപാടി. അവന് നല്ല ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ബ്രെയിൻ കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ബ്രെയിൻ വെച്ചിട്ടാണ് അവൻ ആ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത്. അതിനുവേണ്ടി അവനൊരു ഡിവൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ വേഗം തന്നെ ആ ഡിവൈസ് എടുത്തിട്ട് അവന്റെ തലയിലേക്ക് വെക്കുന്നു. അതിനുശേഷം ആ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ബട്ടണിൽ ഞെക്കുന്നു. അതോടൊപ്പം തന്നെ അവന്റെ ബ്രെയിൻ കൈജുവിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ആവാൻ തുടങ്ങി. അതിൽ നിന്നും കൈജുവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ സമയം അതിങ്ങനെ കണക്ട് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിന് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അവന്റെ മൂക്കിൽ നിന്നും വല്ലാണ്ട് ചോര വരുന്നുണ്ട്. മാത്രമല്ല അവൻ നന്നായിട്ട് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും കണ്ടുകൊണ്ടാണ് ഗോട്ട്ലിബ് അങ്ങോട്ട് വരുന്നത്. ന്യൂക്കിന്റെ ആ അവസ്ഥയൊക്കെ കാണുമ്പോൾ അയാൾ വേഗം തന്നെ ആ ഹെൽമെറ്റിന്റെ പ്രവർത്തനമൊക്കെ ഓഫ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ജിപ്സിയുടെ ന്യൂറൽ ടെസ്റ്റ് ഒക്കെ ആരംഭിക്കാറായി എന്നൊരു അനൗൺസ്മെന്റ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഈ സമയത്താണ് സ്റ്റാക്കർ നേരെ മാക്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അയാൾ ഒരു ചെറിയ ഷൂ ആണ് അവളുടെ മുന്നിലേക്ക് നീട്ടുന്നത്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിനക്ക് ഞാനൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, നിന്നെ ഒരു പൈലറ്റ് ആക്കാമെന്ന്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിച്ചു. ഇപ്പോൾ ആ പ്രോമിസ് ഞാൻ പാലിക്കാൻ പോവാണ്. നീ വേഗം റെഡി ആവാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ആ പറയുന്നൊക്കെ കേട്ടിട്ട് വളരെ അത്ഭുതത്തോടെ ആ ഷൂവിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിപ്സിയെ റെഡിയാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. റെയ്ലി ഇപ്പോൾ ജിപ്സിയുടെ തലയ്ക്കകത്താണ് നിൽക്കുന്നത്. അവൻ ഇതുവരെയായിട്ട് അറിയത്തില്ല ആരാണ് അവന്റെ കോ പൈലറ്റ് എന്ന്. അതുകൊണ്ട് തന്നെ കോ പൈലറ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ സമയത്താണ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് മാക്കോ അങ്ങോട്ട് വരുന്നത്. അവളാണ് കോ പൈലറ്റ് എന്ന് അറിയുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശങ്ങളൊക്കെ കൺട്രോൾ റൂമിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ നിർദ്ദേശങ്ങൾക്കൊക്കെ ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരുടെയും ബ്രെയിനുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നു. അങ്ങനെ ആ പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോട്ട്ലിബ് അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ ന്യൂക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അയാൾ പറയുന്നത്. അവൻ ആ കൈജുവിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ആയി എന്നൊക്കെ അറിയുമ്പോൾ സ്റ്റാക്കറിനും ആകെ അത്ഭുതമായി. അയാൾ വേഗം തന്നെ ഗോട്ട്ലിബിനെയും കൂട്ടിയിട്ട് ന്യൂക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവനോട് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. നീ എന്താണ് ആ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ കണ്ടത് എന്നാണ് സ്റ്റാക്കർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ന്യൂക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന കൈജുവിന്റെ ബ്രെയിൻ ആയിട്ടല്ല ഞാൻ കണക്ട് ആയത്. അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും എനിക്ക് വ്യക്തമായത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ കൈജുകൾ ഭൂമിയിലേക്ക് വരുന്നത് പ്രതികാര ചിന്തയോടെയല്ല, അവരുടെ യജമാനന്മാരുടെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ആ കൈജുകൾ ഭൂമിയിലേക്ക് വരുന്നത്. അവർ ഇതിനു മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ദിനോസറുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല കൈജുകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവർ തിരിച്ചുപോയി. പിന്നീട് ഇത്രയും വർഷങ്ങളായിട്ട് കൈജുകൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഈ ഭൂമിയിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ മനുഷ്യർ കാരണം ഓസോൺ പാളിയിൽ വലിയൊരു വിള്ളലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടി ഇവിടുത്തെ മുഴുവൻ ജലാശയങ്ങളും മലിനമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈജുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സാഹചര്യം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ ഗ്രഹം ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള കൈജുകൾ അവരിങ്ങോട്ട് അയച്ചത്. അവരൊന്നുമല്ല, അവരുടെ ഉദ്ദേശം ഇവിടുത്തെ മനുഷ്യരെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ ആ ജോലിയെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ഇങ്ങോട്ട് വരും. അതാണ് അവരുടെ യജമാനന്മാർ. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മൊത്തത്തിൽ അവർ കീഴടക്കും. പിന്നീട് അങ്ങോട്ട് അവരായിരിക്കും ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഭൂമി മാത്രമല്ല, അവറ്റകൾക്ക് താമസിക്കാൻ പറ്റുന്ന പല ഗ്രഹങ്ങളും കീഴ്പ്പെടുത്താനാണ് ഈ കൈജുകളുടെ തലവന്മാർ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂക്ക് പറയുന്നത്. അതെല്ലാം കേട്ട് സ്റ്റാക്കർ ആണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിലുള്ള കൈജുവിന്റെ ബ്രെയിൻ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് മുഴുവൻ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ബ്രെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൈജുവിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന കൈജുവിന്റെ ഒരു ബ്രെയിൻ ഞാൻ സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞതിന് ശേഷം എവിടെ ചെന്നാലാണ് ആ ബ്രെയിൻ കിട്ടുക എന്ന കാര്യം കൂടെ സ്റ്റാക്കർ അവന് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ജിപ്സിക്കുള്ളിൽ ആ പ്രൊസീജിയർ ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഗറുമായിട്ട് ബ്രെയിൻ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് അയാളുടെ പല ഓർമ്മകളും കടന്നു വരാറുണ്ട്. ഈ ഒരു അവസരത്തിൽ മാക്കോയ്ക്ക് അത് പണി കിട്ടിയിരിക്കുകയാണ്. അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് അവളിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ ഓർമ്മയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചെറിയ കുട്ടിയാവുമ്പോൾ നേരത്തെ സ്റ്റാക്കർ അവൾക്ക് കൊടുത്തൊരു ഷൂ ഉണ്ടായിരുന്നല്ലോ, അതും പിടിച്ചുകൊണ്ട് അവൾ നടക്കുകയാണ്. ആ ഏരിയ മൊത്തം ഒരു കൈജു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ പാരന്റ്സ് ഒക്കെ അതിൽപ്പെട്ട് മരിച്ചു പോയതാണ്. അവളാണെങ്കിൽ വളരെ പേടിയോടെയാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.
ശ്രമിക്കുന്നത്. ഈ സമയത്താണ് ഒരു ഭീമാകാരനായ കൈജു അവളുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ ഓടാൻ തുടങ്ങി. കുറെ ഓടിയതിനു ശേഷം അവൾ അവിടെ പതുങ്ങിയിരിക്കുകയാണ്. അവളുടെ ഈ ഓർമ്മകളൊക്കെ റെയിലിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഓർമ്മയിലേക്ക് ചെന്നിട്ട് അവൾ അതിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ വല്ലാണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയം ആ കൈജു അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവളുടെ പേടി കൂടാൻ തുടങ്ങി. അങ്ങനെ ആ പേടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ റിയൽ ലൈഫിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ആ കൈജുവിനെ കൊല്ലാൻ വേണ്ടി അവൾ ആ പ്ലാസ്മ ഗൺ ഓണാക്കുകയാണ്. റെയിലി മാക്സിമം അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഫയർ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചിട്ട് ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം നശിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ്. ടെൻഡോയും ടീമും കൂടെ അത് മൊത്തം ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞുകൊണ്ട് അത് ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ ആ ഓർമ്മയിൽ കുറെ ഹെലികോപ്റ്ററുകൾ വരുന്നത്. ആ ഹെലികോപ്റ്ററുകളുടെ കൂട്ടത്തിൽ ഒരു ഏഗറും ഉണ്ടായിരുന്നു. ആ ഏഗറിനെ കാണുമ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ കൈജു അവരുടെ പുറകെ പോവാണ്. പിന്നീട് അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ടെൻഡോയും കൂട്ടരും കൂടെ ആ പ്രോഗ്രാം മൊത്തം ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്ലാസ്മ ഗൺ ഓഫായി പോവുകയും ചെയ്യുന്നു. തലനാരിഴയ്ക്കാണ് അവിടെയുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ന്യൂക്ക് ആണെങ്കിൽ സ്റ്റാക്കർ പറഞ്ഞ ആളെ കാണാൻ ചെന്നിരിക്കുകയാണ്. അയാളുടെ പേര് ഹാനിബാൾ എന്നാണ്. ഒരു ബ്ലാക്ക് മാർക്കറ്റ് ആണ് സ്ഥലം. അവിടെ വിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈജുവിന്റെ പല ശരീരഭാഗങ്ങളാണ്. അതെല്ലാം മറച്ചു വിറ്റ് നല്ല രീതിയിൽ കാശുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ ഹാനിബാൾ എന്ന് പറയുന്നത്. അവൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അയാൾ ആദ്യം അവനെ ഉപദ്രവിക്കുകയാണ്. അതിന്റെ കാരണം അങ്ങനെ എല്ലാവർക്കും അയാളെ കാണാനുള്ള അനുവാദമില്ല. ഈ സമയത്താണ് സ്റ്റാക്കർ പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ന്യൂക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ അവനെ വെറുതെ വിടുന്നു. എന്നിട്ട് എന്താണ് അവന്റെ ആവശ്യം എന്നാണ് അയാൾ ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സ്റ്റാക്കർ ഇപ്പോ റെയിലിയോടും മാക്കോയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും ഒരു ഏക്കറിനകത്ത് കയറ്റിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ആ തെറ്റ് ഞാൻ തിരുത്താൻ പോവാണ്. റെയിലിയെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. പക്ഷെ മാക്കോ, ഇനി നീ പൈലറ്റ് ആവാൻ ശ്രമിക്കണ്ട, നീ പഴയ നിന്റെ ജോലി നോക്കിയാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സങ്കടമാണ് വരുന്നത്. അയാൾ പറയുന്നതിന് ഓക്കെ പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. അവൾ പോകുന്നത് കാണുമ്പോൾ റെയിലിക്കും ശരിക്കും വിഷമമായി. നിങ്ങൾ എന്താണ് സ്റ്റാക്കർ ഈ കാണിക്കുന്നത്? അവൾക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ കാര്യത്തിൽ. എന്തിനാണ് നിങ്ങൾ അവളെ ഇങ്ങനെ തടയുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവളുടെ ഓർമ്മകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും അവൾക്ക് ഇതുവരെയായിട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ പൈലറ്റ് ആക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അല്ല സ്റ്റാക്കർ, അതുകൊണ്ടല്ല നിങ്ങൾ അവളെ മാറ്റി നിർത്തുന്നത്. അവളുടെ ഓർമ്മകളിൽ കയറിയപ്പോ എന്താണ് അവളുടെ ലൈഫിൽ സംഭവിച്ചത് എന്ന് ഞാനും കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ട കാര്യങ്ങളൊക്കെ അയാളോട് പറയാൻ തുടങ്ങി. അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ കൈജു അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ ആ ഏകർ അങ്ങോട്ട് വന്നിട്ട് ആ കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ ഒതുങ്ങി കഴിയുമ്പോൾ അവൾ നേരെ അവിടെ നിന്ന് പുറത്തേക്കാണ് ഇറങ്ങുന്നത്. അവൾ നോക്കുമ്പോൾ ആ കൈജു അവിടെ ചത്ത് കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ ഏഗറിൽ നിന്നും ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. അത് ഈ സ്റ്റാക്കർ ആയിരുന്നു. അവളെ അവിടെ നിന്ന് രക്ഷിച്ചത് ഈ സ്റ്റാക്കർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവൻ ആ ഓർമ്മയിൽ കണ്ടത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എനിക്കറിയാം അന്ന് അവളെ രക്ഷിച്ചതും നിങ്ങളാണ്, പിന്നീട് അങ്ങോട്ട് അവളെ വളർത്തി നിലയിലാക്കിയതും നിങ്ങളാണ്. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ അവളെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ നിനക്ക് ഞാൻ അനുവാദം തന്നിട്ടുമില്ല. നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഫൈറ്റിംഗ് സ്കിൽസും നിന്റെ അനുസരണയും മാത്രമാണ്. അതെനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇനി ഇവിടെ നിന്നാ മതി. അല്ലാന്നുണ്ടെങ്കിൽ നീ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ മതില് പണിയാൻ പോയിക്കോ എന്നും പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവാണ്. അതൊക്കെ കണ്ട് വളരെ നിരാശയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് അവൻ. ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ആ ബ്രീച്ചിനകത്ത് ഒരു അനക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഒരു കൈജു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, 2 കൈജുവാണ് ഇപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു പ്രതിരോധ തന്ത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാക്കറാണ് സംസാരിക്കുന്നത്. അയാൾ അസൈൻ ചെയ്യുന്നത് ക്രിംസൺ ടൈഫൂണിനെയും ചെർണൽ ആൽഫയുമാണ്. ഇവർ 2 പേരായിരിക്കണം ആ 2 കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്. അവരുടെ കൂടെ സ്ട്രൈക്കർ യുറേക്ക ഉണ്ടായിരിക്കും. പക്ഷെ അവര് ഫൈറ്റിന് ഉണ്ടാവത്തില്ല. ഇവർക്ക് 2 പേർക്ക് ഒരു ബാക്കപ്പ് പോലെ നിൽക്കുക മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ. ജിപ്സിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി എന്നാണ് സ്റ്റാക്കർ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ 3 ഏഗറുകളും ആ കൈജുവുമായിട്ടുള്ള ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ്. അവർ 3 പേരും കൂടെ വേഗം തന്നെ കടലിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം കൈജുവിനെ അന്വേഷിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ന്യൂക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഹാനിബാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ബ്രെയിൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നാണ് ന്യൂക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ കൈജു ചത്തതിന് ശേഷമല്ലേ നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ബ്രെയിൻ നശിച്ചിട്ടുണ്ടാവത്തില്ലേ? പിന്നെ എങ്ങനെയാണ് നിനക്ക് ഞാൻ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ബ്രെയിൻ തരേണ്ടത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് 2 പേർക്കും അറിയാം, ഇത്രയും ഭീമാകാരമായ ജീവികളായതുകൊണ്ട് തന്നെ ഇവറ്റകൾക്ക് 2 ബ്രെയിൻ ഉണ്ട്. രണ്ടാമത്തെ ബ്രെയിനിന് ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടാവത്തില്ല. എനിക്ക് വേണ്ടത് അതാണ് എന്നാണ് ന്യൂക്ക് പറയുന്നത്.
പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഈ കൈജുവിന്റെ എല്ലാ ശരീരഭാഗങ്ങളും ഇവിടെ കിട്ടാനുണ്ടല്ലോ, ആ സാധനങ്ങളെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗങ്ങളും ഉണ്ട്. എന്നാൽ കൈജുവിന്റെ ബ്രെയിനിനെ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവുമില്ല. പിന്നെ എന്തിനാണ് നിനക്കിത് ഇത്ര അത്യാവശ്യം എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് അവൻ ആ കാര്യം പറയുന്നത്. അതായത് കൈജുവിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഓൾറെഡി ഞാൻ ആ പരീക്ഷണം നടത്തി കഴിഞ്ഞു, പക്ഷേ എന്റെ കയ്യിലുള്ള ബ്രെയിൻ ഫുള്ളി ഫങ്ഷണൽ അല്ല. അതുകൊണ്ടാണ് എനിക്ക് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ബ്രെയിൻ വേണ്ടത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ കൈജുവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്കിയെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ 3 ഏഗറുകളും ആ കൈജുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ക്രിംസൺ ടൈഫൂൺ ആണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അത് വേഗം തന്നെ ആ കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കാറ്റഗറി 4ലുള്ള കൈജു ആണ് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. നല്ല സൈസ് ഉണ്ട് അതിന്. ക്രിംസൺ ടൈഫൂൺ ആണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം ക്രിംസൺ ടൈഫൂൺ ആ കൈജുവിനെ എടുത്തിട്ട് പുറകിലേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ആ കൈജു നേരെ ചെന്ന് വീഴുന്നത് ചെർണൽ ആൽഫയുടെ അടുത്താണ്. അങ്ങനെ ചെർണൽ ആൽഫ പെട്ടെന്ന് തന്നെ ആ കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ക്രിംസൺ ടൈഫൂണിനെ പോലെയല്ല ചെർണൽ ആൽഫ. അതിനിപ്പോ കൈജുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കൈജു പെട്ടെന്ന് തന്നെ അതിനെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് സ്ട്രൈക്കർ യുറേക്ക കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവരിപ്പോ സ്റ്റാക്കറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിംസൺ ടൈഫൂണും ചെർണൽ ആൽഫയും അപകടത്തിലാണ്, ഞങ്ങൾ ഈ ഫൈറ്റിൽ കയറി ഇടപെട്ടോട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ആ ബോംബ് ആ ബ്രീച്ചിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആ ഫൈറ്റിൽ ഇടപെടണ്ട എന്നാണ് സ്റ്റാക്കർ പറയുന്നത്. ഈ സമയം ക്രിംസൺ ടൈഫൂൺ വേഗം തന്നെ വന്നിട്ട് ആ കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ക്രിംസൺ ടൈഫൂണിന് അധിക നേരം കൈജുവിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കൈജു ആ ക്രിംസൺ ടൈഫൂണിനെ തകർത്ത് കളയാണ്. അങ്ങനെ ക്രിംസൺ ടൈഫൂൺ നശിച്ചു. ഇനി ബാക്കിയുള്ളത് ചെർണൽ ആൽഫയാണ്. ചെർണൽ ആൽഫ പെട്ടെന്ന് തന്നെ ആ കൈജുവിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം കൈജു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ വാ തുറന്നിട്ട് ഒരു തരത്തിലുള്ള ആസിഡ് ചെർണൽ ആൽഫയുടെ ദേഹത്തേക്ക് തുപ്പുകയാണ്. അതോടൊപ്പം തന്നെ ആ റോബോട്ടിന്റെ പല ഭാഗങ്ങളും നശിച്ചു പോകുന്നുണ്ട്. അതിനകത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ സ്ട്രൈക്കർ യുറേക്ക അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. ഈ ഒരു ഘട്ടത്തിൽ സ്റ്റാക്കർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ഓർക്കുന്നില്ല. എങ്ങനെയെങ്കിലും ആ കൈജുവിനെ നശിപ്പിക്കണം എന്നാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവരങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും പെട്ടെന്നാണ് രണ്ടാമത്തെ കൈജു അങ്ങോട്ട് ചാടി വീഴുന്നത്. വന്ന ഉടനെ തന്നെ അത് ആ ചെർണൽ ആൽഫയുടെ ദേഹത്തേക്കാണ് ചാടുന്നത്. അതിനുശേഷം അതിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ആ കൈജു ചെർണൽ ആൽഫയെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ഇനി സ്ട്രൈക്കർ യുറേക്ക മാത്രമാണ് ബാക്കിയുള്ളത്. അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ കയ്യാങ്കളി കൊണ്ട് ആ കൈജുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ കൈജുവിനെ കൊല്ലാൻ വേണ്ടി ഒരു തരത്തിലുള്ള മിസൈൽ അയക്കാൻ തയ്യാറെടുക്കുകയാണ് അവർ. പക്ഷെ അത് കാണുമ്പോൾ കൈജു ആണെങ്കിൽ പുതിയൊരു പ്രതിരോധ തന്ത്രമാണ് ഇറക്കുന്നത്. അതായത് കൈജു പെട്ടെന്ന് ഒരു വലിയ വേവ് പുറത്തേക്ക് വിടുന്നു. അത് സ്ട്രൈക്കർ യുറേക്കയുടെ ദേഹത്ത് തട്ടുമ്പോൾ ആ റോബോട്ടിന്റെ മുഴുവൻ സർക്യൂട്ട് അടിച്ചു പോവാണ്. അതിനിപ്പോൾ അനങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ആ വേവ് നേരെ പോകുന്നത് അവരുടെ ബേസിലേക്കാണ്. അതങ്ങോട്ട് കടന്നു പോകുമ്പോൾ അതിനകത്തെ മുഴുവൻ പവറും അടിച്ചു പോകുന്നു. അത് കൈജുവിന്റെ പുതിയ പ്രതിരോധ തന്ത്രമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനി സ്ട്രൈക്കർ യുറേക്കയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കത്തില്ലേ എന്നാണ് സ്റ്റാക്കർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് പറ്റത്തില്ല. കാരണം സ്ട്രൈക്കർ യുറേക്കയുടെ ബോർഡ് ഡിജിറ്റൽ ആണ്. അതിപ്പോൾ അടിച്ചു പോയിട്ടുണ്ട്. അതിലേക്കൊരു ബാക്കപ്പ് പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും സമയം വേണം എന്നാണ് ടെൻഡോ പറയുന്നത്. ഈ സമയത്താണ് റേലി അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സിയുടെ ബോർഡ് ഡിജിറ്റൽ അല്ല, അനലോഗ് ആണ്. ന്യൂക്ലിയർ പവർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഫീൽഡിലേക്ക് ഇറക്കി വിടണം എന്നാണ് അവൻ പറയുന്നത്. അവൻ ആ പറയുന്നൊക്കെ കേട്ട് സ്റ്റാക്കർ ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ആ കൈജുവിൽ ഒരെണ്ണം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അതിപ്പോൾ തീരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ ഹാനിബാളുടെ ആ ബിൽഡിങ്ങിനകത്ത് ഈ കൈജുകൾ അങ്ങോട്ട് വരുന്ന കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും അവിടെ നിന്ന് ഓടുന്നത് കാണുമ്പോൾ ന്യൂക്കിനൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, എവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ 2 കൈജു ആണ് ഇപ്പോൾ ഈ ഹോങ്കോങ് സിറ്റിയിലേക്ക് വരുന്നത്. അതിവിടേക്ക് എത്തുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അയാൾ പറയുന്നത്. അതെങ്ങനെ സംഭവിക്കാനാണ്? ഇതുവരെയായിട്ടും 2 കൈജുകൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ പിന്നെ എങ്ങനെയാണ് അത് സംഭവിച്ചത്? അവന് സംശയമായി. ഇതിനെല്ലാം കാരണം നീയാണ്. ഇതിനു മുമ്പ് കൈജുവിന്റെ ബ്രെയിനുമായിട്ട് ആരും കണക്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ നീ അത് ചെയ്തു. അതുകൊണ്ട് നിന്നെ തേടിയിട്ടായിരിക്കും അവർ വരുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. അങ്ങനെ ഒരു കൈജു പെട്ടെന്ന് തന്നെ ഹോങ്കോങ് സിറ്റിയിലെത്തി. അതിനുശേഷം അവിടെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളും അതൊക്കെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങി. ഈ
സമയം അവിടെ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുന്നുണ്ട്. എല്ലാവരും ആന്റി കൈജു ബങ്കറിന്റെ അകത്തേക്ക് പോകണം എന്നാണ് അതിൽ പറയുന്നത്. അതൊരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണ്. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ന്യൂക്കും ഉണ്ട്. അങ്ങനെ വേഗം തന്നെ എല്ലാവരും ആ ബങ്കറിന്റെ അകത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ വാതിലടയ്ക്കാണ്. ന്യൂക്ക് ആണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. ഇതേ സമയം തന്നെ മറ്റേ കൈജു ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രൈക്കർ യുറേക്കയുടെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനിപ്പോഴും പവർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അനക്കവും ഇല്ലാതെയാണ് അത് അവിടെ നിൽക്കുന്നത്. ഈ സമയം കൈജു അതിനെ പിടിച്ച് ഇടിക്കാൻ തുടങ്ങി. അതിന് ഓരോ ഇടി ഇടിക്കുമ്പോഴും അതിനകത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെർക്കും ചക്കും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഫ്ലെയർ എടുത്തിട്ട് വേഗം തന്നെ ആ റോബോട്ടിന്റെ പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം രണ്ടുപേരും ആ ഫ്ലെയർ വെച്ചിട്ട് അതിന്റെ കണ്ണിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അത് ദേഹത്ത് കൊള്ളുമ്പോൾ കൈജുവിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അത് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജിപ്സി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അത് കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തെ ഫൈറ്റിനിടയിൽ കൈജു ജിപ്സി എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ജിപ്സി നേരെ ചെന്ന് വീഴുന്നത് സിറ്റിയിലാണ്. ഈ സമയം ആ കൈജുവും സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ സിറ്റിയിൽ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ കൈജുവിന് ജിപ്സിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ജിപ്സി കൈജുവിനെ ഇടിച്ചു വീഴ്ത്താണ്. അത് ചത്തിട്ടും റേലി അടങ്ങുന്നില്ല. അവൻ വേഗം തന്നെ ആ പ്ലാസ്മ ഗൺ ഓൺ ആക്കിയിട്ട് വീണ്ടും ആ കൈജുവിനെ നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പൂർണ്ണമായി നിലച്ചെന്ന് മനസ്സിലാവുമ്പോൾ ജിപ്സി വേഗം മറ്റേ കൈജുവിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇതേ സമയം മറ്റേ കൈജു ആണെന്നുണ്ടെങ്കിൽ ആ ബങ്കറിന്റെ മുകളിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ന്യൂക്കിന് ശരിക്കും പേടിയാവുന്നുണ്ട്. അവൻ ഓരോരോ പിച്ചും പേയും പറയാൻ തുടങ്ങി. ആ കൈജു എന്നെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവരെല്ലാവരും അവനെ പിടിച്ച് മുന്നോട്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കൈജു ആ ബങ്കർ ഇടിച്ച് പൊളിക്കുന്നത്. അതൊക്കെ കണ്ട് ന്യൂക്ക് ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ബങ്കറിന്റെ മുകൾ ഭാഗം തകർത്തതിന് ശേഷം കൈജു അതിന്റെ നാക്ക് അതിനകത്തേക്ക് ഇടാൻ തുടങ്ങി. അത് നേരെ നീണ്ടു ചെല്ലുന്നത് ന്യൂക്കിന്റെ അടുത്തേക്കാണ്. അങ്ങനെ കുറച്ചു നേരം ആ നാക്ക് വെച്ചിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം കൈജു നാക്ക് പിൻവലിക്കുകയാണ്. ഈ സമയത്താണ് ജിപ്സി അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ കൈജു നേരെ ജിപ്സിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത്. കുറച്ചു സമയത്തെ ഫൈറ്റിനിടയിൽ കൈജു ആസിഡ് ജിപ്സിക്ക് നേരെ തുപ്പുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ജിപ്സി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ആ ആസിഡ് നേരെ ചെന്ന് വീഴുന്നത് അവിടുത്തെ ഒരു ബിൽഡിങ്ങിലേക്കാണ്. അങ്ങനെ കൈജുവും ജിപ്സിയും തമ്മിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ റെയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൈജുവിന്റെ നാക്കിനാണ് പിടിക്കുന്നത്. അത് കാണുമ്പോൾ കൈജു അതിന്റെ വാല് നീട്ടിയിട്ട് ജിപ്സിയുടെ ഇടത്തെ കൈ ലോക്ക് ചെയ്യുന്നു. ഈ സമയം മാക്കോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൂളന്റ് മുഴുവൻ പുറത്തേക്ക് വിടാൻ തുടങ്ങി. അത് അതിന്റെ വാലിൽ തട്ടുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഫ്രീസ് ആയി പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വാല് പൂർണ്ണമായിട്ടും പൊടിഞ്ഞു പോവാണ്. ഈ സമയം റെയിലി മറ്റൊരു പണിയും കൂടെ ആ കൈജുവിന് കൊടുക്കുന്നുണ്ട്. അവന്റെ കൈ ഇപ്പോൾ ആ നാക്കിലാണല്ലോ. അവൻ വേഗം തന്നെ ആ നാക്ക് വലിച്ചൂരി അങ്ങ് എടുക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ കൈജുവിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. കൈജു പെട്ടെന്ന് തന്നെ ജിപ്സിയെ മലത്തി അടിക്കുകയാണ്. അതിനുശേഷം അതിന്റെ ചിറകുകൾ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിപ്സിയെ തൂക്കിയെടുത്തിട്ട് അത് മുകളിലേക്ക് പറന്നു പോവാണ്. കൈജു നേരെ ജിപ്സിയെ കൊണ്ട് പോകുന്നത് സ്പേസിലേക്കാണ്. ഈ സമയം ജിപ്സി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വാള് പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് ആ കൈജുവിന്റെ നടുഭാഗം വെട്ടിക്കളയാണ്. അങ്ങനെ ആ കൈജു ചത്തു. അതോടൊപ്പം തന്നെ ജിപ്സി നേരെ താഴേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ അത് വളരെ ശക്തിയായിട്ട് താഴേക്ക് വീഴുമെങ്കിലും അതിനകത്തുള്ളവർക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാക്കറും ടീമും ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഹാനിബാളും ന്യൂക്കും കൂടെ ചത്ത് കിടക്കുന്ന ഒരു കൈജുവിന്റെ അടുത്ത് നിൽക്കുകയാണ്. അതിന്റെ ശരീരഭാഗങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് അവരുടെ ശ്രമം. അതിനുവേണ്ടി ആ ഹാനിബാളിന്റെ അസിസ്റ്റൻസ് ഒക്കെ ആ കൈജുവിന്റെ ശരീരത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ അതിന്റെ ഉള്ളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. ആ കൈജു പ്രഗ്നന്റ് ആണ്. അത് ചത്തെങ്കിലും കുട്ടിക്ക് ഇപ്പോഴും ജീവനുണ്ട്. അത് മനസ്സിലാക്കി അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ കുട്ടി അതിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. അതിനുശേഷം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിപ്പോ നേരെ പോകുന്നത് ന്യൂക്കിന്റെ അടുത്തേക്കാണ്. അവനാണെങ്കിൽ ജീവനം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ ആ കൊച്ചു കൈജു ന്യൂക്കിന്റെ അടുത്തെത്തി. പക്ഷെ അത് അവനെ പിടിക്കുമ്പോഴേക്ക് അത് താഴേക്ക് വീഴുന്നു. അത് കണ്ട് അവനാകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഹാനിബാൾ അങ്ങോട്ട് വരുന്നത്. എനിക്കറിയാമായിരുന്നു ഈ കൈജുവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അല്ലെങ്കിൽ എത്ര നേരം ജനിച്ച ഉടനെ തന്നെ ഇത് സർവൈവ് ചെയ്യും എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും പെട്ടെന്ന് ആ കൈജു ഹാനിബാളിനെ ചാടി പിടിക്കുന്നു. അതിനുശേഷം വേഗം തന്നെ അയാളെ പിടിച്ച് വിഴുങ്ങുകയാണ്. അതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ന്യൂക്ക്. ഇതേ സമയം തന്നെ റെയിലി ആണെങ്കിൽ സ്റ്റാക്കറിന്റെ അടുത്ത് നിൽക്കുകയാണ്. അയാളുടെ മൂക്കിൽ നിന്ന് ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തോ അസുഖമുണ്ട് എന്നുള്ള കാര്യം റെയിലിക്ക് മനസ്സിലായി. അതെന്താണ് എന്നൊക്കെയാണ് അവനിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അയാൾ അവസാനം ഒരു ഏക്കറിന്റെ അകത്ത് കയറി ഫൈറ്റ് ചെയ്തപ്പോൾ 3 മണിക്കൂർ നേരം ആ ഫൈറ്റ് തുടരേണ്ടി വന്നിരുന്നു. അന്ന് ഒരുപാട് ചൂടാണ് അയാളുടെ ശരീരത്തിലേക്ക് അടിച്ചത്. അങ്ങനെയാണ് അയാൾക്ക് ഈ അസുഖം ഉണ്ടായത്. അതിൽ പിന്നെ ഒരു ഏക്കറിനെയും പൈലറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പോൾ അവനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ
സമയത്താണ് ടെൻഡോ അവരെ വിളിക്കുന്നത്. ആ വിള്ളലിനകത്തു നിന്നും വീണ്ടും കൈജു പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത്തവണ നമ്മളുടെ തീരത്തേക്ക് അത് വരുന്നില്ല, ആ വിള്ളലിന്റെ മുകളിൽ കൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ടെൻഡോ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്നാൽ എത്രയും പെട്ടെന്ന് ജിപ്സിനെയും സ്ട്രൈക്കർ യുറേക്കനെയും റെഡിയാക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാക്കർ വേഗം അങ്ങോട്ട് നടക്കുകയാണ്. ഇതേ സമയം ന്യൂക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ കൈജുവിന്റെ അടുത്ത് നിൽക്കുകയാണ്. അത് ഇപ്പൊ ചത്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിന്റെ ബ്രെയിൻ നശിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യാനാണ് അവന്റെ ശ്രമം. ഈ സമയം ഗോട്ടിലിബു അങ്ങോട്ട് വരുന്നുണ്ട്. നീ അങ്ങനെ ഒറ്റയ്ക്ക് ഇത്തവണ ചെയ്യണ്ട, ഇത്തവണ കണക്ട് ചെയ്യുമ്പോൾ എന്നെയും ചേർത്ത് കണക്ട് ചെയ്താൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഏഗറുകളൊക്കെ റെഡിയായി. സ്ട്രൈക്കർ യുറേക്കയിൽ ഹെർക്കിന് പോകാൻ സാധിക്കത്തില്ല, അയാളുടെ ഒരു കൈക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പകരമായിട്ട് ചക്കിന്റെ കോ പൈലറ്റ് ആവുന്നത് സ്റ്റാക്കർ ആണ്. അയാളോട് ഇനി പൈലറ്റ് ആവരുത് എന്നൊക്കെ ഡോക്ടർമാരെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ഏഗറുകളും റെഡിയാക്കിയതിനു ശേഷം അവർ വേഗം തന്നെ കടലിലേക്ക് പോകാൻ തുടങ്ങി. ഈ സ്ട്രൈക്കർ യുറേക്കയിലാണ് ആ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ ന്യൂക്കും ഗോട്ടിലിപ്പും കൂടെ ആ കൈജുവിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അവർക്കിപ്പോൾ കൈജുവിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒരു ഞെട്ടലാണ് അവർക്കുണ്ടാവുന്നത്. അവർ ഇതുവരെ പ്ലാൻ ചെയ്ത ഒരു കാര്യവും നടക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അങ്ങനെ 2 ഏഗറുകളും വേഗം തന്നെ കടലിന്റെ അടിയിലേക്ക് എത്തി. അവരിപ്പോൾ ആ ബ്രീച്ചിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബോംബുമായിട്ട് അതിന്റെ അകത്തേക്ക് ചാടണം. അതാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സമയത്താണ് ന്യൂക്കും ഗോട്ടിലബും കൂടെ വേഗം കൺട്രോൾ റൂമിലേക്ക് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമ്മളുടെ ഒരു പ്ലാനും വർക്കൗട്ട് ആവത്തില്ല. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ബ്രീച്ച് വഴി കടന്നു പോകാൻ സാധിക്കത്തില്ല. എന്ത് സാധനങ്ങളും ആ ബ്രീച്ച് വഴി കടന്നു പോകുമ്പോൾ അത് താഴെയുള്ളവർ സ്കാൻ ചെയ്യുന്നുണ്ട്, ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുന്ന പോലെ. ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ആണെന്ന് മനസ്സിലായാൽ മാത്രമേ ആ ബ്രീച്ച് വഴി അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൈജുവിനെയും പിടിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അല്ലാതെ ചുമ്മാ പോയി കഴിഞ്ഞാൽ ആ ബോംബ് നമുക്ക് അതിന്റെ അകത്തേക്ക് ഇടാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവരിപ്പോ വിളിച്ചു പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് 2 ഏഗറുകളും. ഈ സമയത്താണ് ആ വിള്ളലിൽ നിന്നും കാറ്റഗറി 5-ലുള്ള ഒരു കൈജു പുറത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ സ്ട്രൈക്കർ യുറേക്ക അതിനെ നേരിടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ സമയം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിപ്സിയും തയ്യാറെടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് മറ്റൊരു കൈജു അങ്ങോട്ട് വന്നിട്ട് ജിപ്സിയെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയം വേറെയും കൈജു അങ്ങോട്ട് വരാൻ തുടങ്ങി. അതിലൊരു കൈജു ജിപ്സിയുടെ വലത്തേക്കായി പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു ഗംഭീര ഫൈറ്റാണ് 2 ഏഗറുകളും തമ്മിൽ അവിടെ നടത്തുന്നത്. അങ്ങനെ കുറെ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് വേറൊരു കൈജു വന്നിട്ട് സ്ട്രൈക്കർ യുറേക്കയെ പിടിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ സ്ട്രൈക്കർ യുറേക്കനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാവുമ്പോൾ കൈജു ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ വേറെയും കുറെ കൈജു അങ്ങോട്ട് വരാൻ തുടങ്ങി. ഈ സമയം ആവുമ്പോഴേക്കും സ്ട്രൈക്കർ യുറേക്കയുടെ വലത്തേക്കാല് കേട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല ആ ബോംബ് ഇരിക്കുന്നത് സ്ട്രൈക്കർ യുറേക്കയിലാണ്. അവർക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ബോംബ് അവിടെ കൊണ്ട് ഇടാനും പറ്റത്തില്ല. ഈ സമയം അവർ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. സ്റ്റാക്കർ വേഗം തന്നെ റെയിലിയോട് സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും ഞങ്ങൾക്ക് ഈ ബോംബ് അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ ജിപ്സി ന്യൂക്ലിയർ പവർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ജിപ്സിയെ തന്നെ ആ ബ്രീച്ചിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രീച്ച് നമുക്ക് തകർക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യാൻ നോക്ക്, നിങ്ങൾക്ക് വേണ്ട വഴി ഞങ്ങൾ ഒരുക്കി തരാം എന്നൊക്കെയാണ് സ്റ്റാക്കർ പറയുന്നത്. റെയിലിയും മാക്കോയും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റാക്കറും ചക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവരുടെ റോബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ബോംബ് പൊട്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഏരിയയിലുള്ള മുഴുവൻ കൈജും ചത്തുപോകുന്നു. മാത്രമല്ല അവരും അതോടൊപ്പം മരിച്ചു പോവാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് ജിപ്സി മാത്രമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ വിള്ളലിലേക്ക് പോകണം. അതിനുള്ള ശ്രമത്തിലാണ് അവർ. അങ്ങനെ അവർ വേഗം തന്നെ ആ വിള്ളലിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം വേറൊരു കൈജു ആ വിള്ളലിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ജിപ്സി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ ബൂസ്റ്റർ ഓൺ ആക്കിയിട്ട് വളരെ വേഗത്തിൽ ആ കൈജുവിനെ നേരെ പോകാൻ തുടങ്ങി. അതിനുശേഷം ആ കൈജുവിന്റെ തലക്കിട്ടൊരു കുത്തു കൊടുക്കുന്നു. അങ്ങനെ ആ കൈജുവിനെയും കൊന്ന് അതിനെയും പിടിച്ചിട്ടാണ് അവർ ആ വിള്ളലിലേക്ക് പോകുന്നത്. അങ്ങനെ കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവർ ആ കൈജുവിന്റെ ഡയമെൻഷനിലെത്തി. ഇനിയിപ്പോ അവർക്ക് അവരുടെ ആ ന്യൂക്ലിയർ എഞ്ചിൻ ഓൺ ആക്കണം. മാത്രമല്ല അത് പൊട്ടുന്നതിന് മുമ്പേ അവർക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടുകയും വേണം. 2 പൈലറ്റിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനകത്ത് 2 പോഡുണ്ട്. റെയിലി വേഗം തന്നെ മാക്കോയെ ഒരു പോഡിന്റെ അകത്തേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അതിനുശേഷം ജിപ്സി വീണ്ടും താഴേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം കൈജുവിന്റെ തലവന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ജിപ്സി അങ്ങോട്ട് വന്നത് എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ. ഈ സമയത്താണ് മറ്റൊരു പ്രശ്നം വരുന്നത്. അതിൽ ന്യൂക്ലിയർ എഞ്ചിൻ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് തന്നെ ചെയ്യണം. റെയിലി ഇപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ആ എഞ്ചിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഓൺ ആക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അവന്റെ ആ പോഡിന്റെ അകത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവൻ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ന്യൂക്ലിയർ എഞ്ചിൻ ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഏരിയ മൊത്തം തകർന്നു പോകുന്നുണ്ട്. അവിടെയുള്ള മുഴുവൻ കൈജും അതിൽപ്പെട്ട് കത്തിപ്പോവാണ്. അങ്ങനെ ആ ബോംബ് പൊട്ടിയതോടുകൂടെ കൈജുവിന്റെ ഡയമെൻഷനും മനുഷ്യരുടെ ഡയമെൻഷനും തമ്മിലുള്ള
തമ്മിലുള്ള ആ പാത പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു. അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കൺട്രോൾ റൂമിലുള്ള എല്ലാവരും. അങ്ങനെ പെട്ടെന്ന് തന്നെ ആളുകളെല്ലാം ഹെലികോപ്റ്ററിൽ കയറിയിട്ട് റേലിയുടെയും മാക്കോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുകളിലേക്ക് എത്തുന്നത് മാക്കോയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് റേലിയുടെ പോട് വരുന്നത്. അതങ്ങോട്ട് വന്ന ഉടനെ തന്നെ മാക്കോ വേഗം തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവന്റെ അടുത്തേക്ക് പോകുന്നു. അവൾ നോക്കുമ്പോൾ അവനും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ മനുഷ്യരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ഈ യുദ്ധത്തിലും മനുഷ്യരാണ് ജയിച്ചത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ജീവികളെയും അവറ്റകൾ വരുന്ന ആ സ്ഥലവും അവർ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളും ആകെ സന്തോഷിച്ച് നിൽക്കാണ്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിനക്ക് പോലെ ഒരു സീനും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ ഹാനിബാൾ ഉണ്ടായിരുന്നല്ലോ, ആ കൈജു വിഴുങ്ങിയത്. അയാൾ മരിച്ചിട്ടൊന്നുമില്ല. അയാൾ ഒരു കത്തി വെച്ചിട്ട് ആ കൈജുവിന്റെ വയറൊക്കെ കീറി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സീൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.